ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇന്നലെ ഹൈദരാബാദ് നല്ലൊരു സ്റ്റേ കിട്ടി. നമ്മുടെ ലോകേഷിൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ ഹോൾട്ട് ചെയ്തത്. പിന്നെ അതിനേക്കാളും സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഹൈദരാബാദ് ദം ബിരിയാണി കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അവിടെ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ ദം ബിരിയാണി കഴിക്കണം എന്നാണ്, മീൻസ് അത് ടേസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ നൈറ്റ് കഴിച്ചിട്ട് എൻ്റെ മാമൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ച്. സോ മാമൻ്റെ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഓക്കെ റൈറ്റ് ശരി വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. പക്ഷേ ഞങ്ങൾ അവിടെ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ഹൈദരാബാദ് ദം ബിരിയാണി കഴിക്കാൻ പറ്റി. പിന്നെ അവിടെ ഹാൾട്ട് ചെയ്തു. അവിടെ ഹാൾട്ട് ചെയ്തിട്ട് ഇപ്പോൾ മഹാരാഷ്ട്ര നാഗ്പൂർ ഹൈവേയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് ഞങ്ങളൊരു 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. സോ ഇപ്പോൾ എത്രയായി സമയം എടുത്ത് നോക്കണം, ഞാൻ നോക്കിയില്ല. എടാ ഇപ്പോൾ നോക്കണ സമയം എത്രയായത്? 7 മണി. സോ എപ്പോഴും പോലെ തന്നെ ബാംഗ്ലൂരിലും കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഇറങ്ങി. സോ ഇവിടെയും ഹൈദരാബാദും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി. ഒറ്റ ഒരു ആശ്രയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കറക്റ്റായിട്ട് അവിടെ ഇവിടെ കുറച്ചൊക്കെ തെറ്റിച്ചെങ്കിലും കറക്റ്റായിട്ട് ഹൈവേ എത്തിച്ചു. സോ ഹൈവേ എത്തിച്ച് കുറച്ച് ഓടിക്കയറിയതും നേരെ ഒരു ചായ കുടിക്കാൻ കയറി. സോ ഇവിടെ നിന്നൊരു 443 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നാഗ്പൂരിലേക്ക്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഓരോ ബോർഡിൽ ഞങ്ങൾ കവർ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെയോ അതേ 442 അല്ലെങ്കിൽ 1 ആയിരിക്കും. സോ ഏകദേശം ഞങ്ങളൊരു 5 കിലോമീറ്റർ കവർ ചെയ്താലും സോ ചില ബോർഡിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. സോ അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളൊരു ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്തുന്നു, നാഗ്പൂർ എത്തുന്നു പ്രതീക്ഷിക്കണം. സോ അപ്പോൾ എന്തായാലും നാഗ്പൂർ എത്തിയിട്ട് അവിടെ നിന്ന് അടുത്തത് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാഗ്പൂർ എത്താറായി. ഇനി ഒരു 150 കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട് നാഗ്പൂരിൽ. വരുന്ന വഴിക്ക് അടിപൊളി അഡ്വഞ്ചറസ് പ്ലേസാണ്. കണ്ട് നിന്നപ്പോൾ ഫോട്ടോസ് എടുത്ത് ഒരുപാട് ലേറ്റായി.
ശരിക്കും പറഞ്ഞൊരു വൈൽഡ് ലൈഫ് സെഞ്ചുറി ആയിരുന്നു. സോ വരുന്ന വഴി ഫുള്ള് സീനറീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേറെ ലെവൽ റോഡൊക്കെ എന്താ പറയുക, ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് പിന്നെ ഈ ട്രാവൽ വ്ളോഗൊന്നും ചെയ്യാൻ അറിയില്ല, അറിയുന്ന പോലെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം കേട്ടോ, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു പഞ്ചാബി ഹോട്ടലിൽ നിൽക്കുകയാണ്. പഞ്ചാബി ഹോട്ടലിലാണ്. സോ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ അതിലും വലിയ പൊളിയാണ്, വേറെ ലെവലാണ് വ്യൂ. ഇവിടുത്തെ വ്യൂ തന്നെ വേറെ ലെവൽ വ്യൂ ആണ്. സോ ഇതേപോലെ തന്നെയാണ് റോഡ് ഫുള്ളും, രണ്ട് സൈഡും വേറെ ലെവൽ വ്യൂകളും. വേണ്ട ഒരു രക്ഷയില്ല, പറഞ്ഞിരിക്കാൻ വയ്യ. അതേ എൻ്റെ ക്യാമറാമാൻ വരുന്നുണ്ട്, അവനാണ് കുറച്ച് നല്ല നല്ല വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട്. വരുന്നതൊക്കെ വന്ന് വണ്ടി ഓടിക്കുന്നതൊക്കെ നല്ല നല്ല വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക, വ്യൂസൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ നാഗ്പൂർ എത്തിയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഒരു 400 കൂടി പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഇന്നേക്ക് ഞങ്ങൾ ഓടിക്കഴിഞ്ഞ ഒരു 900 കിലോമീറ്റർ, 1000 ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 800 എങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നാണ്. നോക്കാം. അപ്പോൾ ഇപ്പോൾ കയറിയ ധാബ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓണർ. പഞ്ചാബിയാ, പ്യോർ പഞ്ചാബിയാനാ. ഓക്കെ, സോ ഇതാണ് താബ. നല്ല ഫോട്ടോഗ്രാഫീസ്, അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റിൽസ് കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഫുള്ളി പഞ്ചാബി സ്റ്റൈലാണ് ഇവർ. സോ അപ്പോൾ ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള ഫുഡ് ഇന്നേക്ക് നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ റെസ്റ്റ് എടുക്കാനും കിടക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഐ തിങ്ക് ഇസ് ബെസ്റ്റ് എന്ന് വിചാരിക്കണം. ഹലോ, ഹായ്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം നാഗ്പൂരിൽ നിന്ന് വിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഞാനൊരു പ്രതീക്ഷിച്ചത് ഒരു 300-350 കിലോമീറ്റർ കവർ ചെയ്യാമെന്നാണ്. പക്ഷെ ഒന്നും നടന്നില്ല, നല്ല കട്ടയ്ക്ക് മഴയായിരുന്നു. ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സമയം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മഴയൊക്കെ വിട്ടിട്ട്, നല്ല മഴ പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല മഴയായിരുന്നു. ഏകദേശം നാഗ്പൂർ കഴിഞ്ഞിട്ട് ഒരു 50-60 കിലോമീറ്റർ കഴിഞ്ഞതും നല്ല മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 8-8:30-9 മണിയാവുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു 100 കൂടെ കവർ ചെയ്തു, അത്രേ പറ്റിയുള്ളൂ. 150 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു മാക്സിമം. പിന്നെ ഞങ്ങളപ്പോൾ ഇന്നേക്ക് ഒരു ധാബയ്ക്ക് കയറി ഫുഡൊക്കെ അടിച്ച് പിന്നെ സ്റ്റേ ചെയ്യാൻ എന്താ ചെയ്യുക, വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇന്നേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എവിടെ അറിയോ? സോ ഇതാണ് ഇവിടുത്തെ ധാബ. മീൻസ് ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്, പാർക്കിങ്ങിന് പറ്റിയ സ്പേസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നേക്ക് സ്റ്റേ അടിക്കാൻ പോകുന്നത് ഒരു ടെൻ്റ് അങ്ങോട്ട് അടിച്ചിവിടെ. ഈ ഭാഗത്ത് മഴയൊന്നും കാണാനില്ല. ചോദിച്ചപ്പോൾ മഴ വന്നു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന ആ മഴയായിരിക്കും മേ ബി അവിടെ വന്നത്. അപ്പോൾ മഴ വന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഇന്നൊക്കെ ഞങ്ങൾ സ്റ്റേ അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഉള്ളിൽ അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട്, അത് പാവം ദിവ്യയ്ക്ക് എന്തോ സ്പോൺസർ എന്തോ കിട്ടിയ സാധനമാണ്, അതിന് ഞാൻ തൂക്കിയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇതിലിപ്പോൾ ഒരു 5-6 പേർക്ക് കിടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യമുള്ള ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് കിടക്കാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മോർണിംഗ് കാണാം. മോർണിംഗ് ഞങ്ങൾ നാളേക്ക് പോകുന്നത് ആഗ്ര റോഡ് പിടിക്കാനാണ്. സോറി, ആഗ്ര താജ്മഹൽ അവിടേക്കാണ് നാളേക്ക് പോകുന്നത്. അപ്പോൾ നാളേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം.
അപ്പം ഞാൻ ഇന്നലെ രാത്രി ടെൻറ്റിൽ കയറുന്ന സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. സംഭവം നല്ല ടയേർഡായിരുന്നു. ടെൻ്റ് അടിച്ചു, ഉള്ളിൽ കയറി കിടന്നുറങ്ങി. രാവിലെ 3:30 നാഗ്പൂറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു 150 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് രാവിലെ പുലർച്ചെ 3:30 എണീറ്റ് അവിടെ നിന്ന് അടിച്ച് നാഗ്പൂർ അടിച്ച് ഇപ്പോൾ ഏകദേശം ആഗ്ര എത്താറായി. ആഗ്രയ്ക്ക് ഏകദേശം ഒരു 400 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടെ നിന്ന്. അപ്പോൾ ഒന്ന് മിക്കവാറും ഝാൻസി ആയിരിക്കും പിടിക്കാൻ ചാൻസ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്ട്രെച്ച് ചെയ്തടിക്കും. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ 2 വ്യക്തികളും കൂടി ഉണ്ടായിരുന്നു. അവരെന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇറങ്ങി, മീൻസ് ഞങ്ങൾ ഇറങ്ങണതിൻ്റെ തലേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഇറങ്ങി. അവർ ഹൈദരാബാദും അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേ അടിച്ച് ഇങ്ങനെ നിന്നു. എന്നിട്ട് ഞങ്ങൾ ഇന്നൊക്കെ അവരെ പിടിച്ച് കട്ട പോസ്റ്റാക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് വഴി തെറ്റിപ്പോയി. പിന്നെ വരുന്ന വഴിക്ക് നല്ലൊരു അരുവി, മീൻസ് ഒഴുക്കുവെള്ളം, നല്ല രീതിക്ക് ഒരു ഒഴുക്കുവെള്ളം കണ്ടു. അതിൽ കയറി കുളിച്ച് എല്ലാം സെറ്റായി വരുമ്പോഴേക്കും ഏകദേശം ഈവനിങ് ആയി. ഇപ്പോൾ ഒരു 7 മണിയോളം ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇത്രയും ദൂരം എത്തിയത്. ഇന്ന് കുറച്ച് സ്ലോവിലായിരുന്നു. ഇന്ന് എൻ്റെ ജിം റൂട്ടിന് ഒരു ചെറിയ പണിയും തന്നു എനിക്ക്. മൈലേജ് നല്ല ഷോർട്ടായിരുന്നു. എന്താണെന്ന് നോക്കി ട്യൂൺ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. അവസാനം അത് കണ്ടുപിടിച്ചു. അതെന്തായിരുന്നു ഇത്? എളേപ്പാ, നമ്മളെന്താ മാറ്റിയത്? പ്ലഗ് നല്ല കരിഞ്ഞ് കട്ടക്ക് നിൽക്കണ്ടായിരുന്നു. സോ അത് പെട്ടെന്ന് വായിൽ വന്നില്ല കേട്ടോ, അതാണ്. എന്നിട്ട് ആ പ്ലഗ് മാറ്റിയപ്പോൾ ജിം റൂട്ടാൻ റെഡിയായി. മൈലേജൊക്കെ അടിപൊളിയാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും മിലിങ്ങാന്നൊക്കെ ഞാനിങ്ങനെ നോക്കണം, എന്തോ മൈലേജ് കിട്ടാത്ത ആകെ പ്രാന്തായി. അതും ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് വണ്ടി മൈലേജ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ട അവസ്ഥയാണ്. സോ ഇന്ന് സെറ്റായി, എല്ലാം ഓക്കെ ആക്കി. ജിം റൂട്ടിൽ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ആ 2 വ്യക്തികൾ ഇവിടെ ഉണ്ട്. ലേവന്മാരാണ് 2 എണ്ണം, ഒന്ന് സജിത്തും ഒന്ന് സുജിത്തും. സോ ഇവർ 2 പേരാണ് നേരത്തെ ചാടി ഇറങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടത്. സോ അങ്ങനെ നാഗ്പൂർ ടു ആഗ്ര ഹൈവേയിൽ ഞങ്ങൾ കണ്ടുമുട്ടി. സോ ഇനി ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. ഇനി ലേ വരെ ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്നിച്ചായിരിക്കും. ചെക്കൻ്റെ വണ്ടിയുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്തതിൽ ആഡ് ചെയ്ത് പറയാം. ഓക്കെ, ഹലോ ഹായ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒരു ചെറിയ ധാബയാണ്. ഫുഡടിച്ച് ആകെക്കൂടെ ഇനിയിപ്പോൾ നാളെ പണി കിട്ടുമെന്ന് മാത്രമേ ഒരു പേടിയുള്ളൂ. അത്രയും എരിവുണ്ട്. സമോസ അടിപൊളി. നേരെ കൊണ്ടുവന്ന് ലൈറ്റ് കൊണ്ടുവന്ന് ഒറ്റ താങ്ങും ഒരു ലോറിക്കാരൻ. അതിൻ്റെ കാര്യം തീരുമാനമായി. അപ്പോൾ ധാബയുടെ കാര്യം ഇന്നത്തേക്കുള്ളത് തീരുമാനമായി. ലൈറ്റിൽ കൊണ്ടുവന്നൊരു താങ്ങിയിട്ടുണ്ട് ലോറിക്കാരൻ. എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇതാണ് നമ്മുടെ ചുണക്കുട്ടൻ. സോ എളാപ്പൻ്റെ ചുണക്കുട്ടൻ റെഡി. പിന്നെ ജിം റൂട്ടനും റെഡിയാണ്. ഇപ്പോൾ പഴയ പോലെയല്ല, കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ വണ്ടി, ഇൻ്റർസെപ്റ്ററാണ്. സോ അപ്പോൾ ഇപ്പോൾ തൊട്ട് ഇവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ഝാൻസി. അപ്പോൾ മോസ്റ്റ്ലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ഝാൻസി എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു 140-150 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, ഹായ് ഹലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആഗ്ര എത്തിയിട്ട് അവിടെ റൂം എടുത്ത് കുറച്ച് ഭയങ്കര ടയേർഡായിരുന്നു. സോ അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ ആഗ്ര എത്തി. ഇപ്പം ഞങ്ങൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണ്. സോ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ലഗേജൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പാർക്കിങ്ങും കാര്യങ്ങളും സേഫ് ആണോ എന്നൊന്നും അറിഞ്ഞില്ല. ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ആളെല്ലാം പക്കമായിട്ട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇപ്പം ഞങ്ങളൊരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ താജ്മഹലിൻ്റെ ഫ്രണ്ടിലേക്ക്. സോ ഇതാണ് റോഡ്.
താജ്മഹൽ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം കവർ ചെയ്യാം. ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി. സോ ഒരുപാട് ചെക്കിങ് കാര്യങ്ങൾ, എൻട്രൻസ് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനുള്ളിൽ എത്ര ദൂരം വരെ ഞാൻ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാമറാസ് അലൗഡ് അല്ല. സോ അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോൾ കൂടെ ഒരുപാട് ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മാക്സിമം ഗൈഡ്സിനെ ഒഴിവാക്കുക. ഇവിടെ ഫുള്ള് ട്രാപ്പഡാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഗൈഡ്സിനെ ഒഴിവാക്കുക. ഗൈഡ്സിന് ആവശ്യമില്ല. നമുക്ക് എല്ലാം ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വായിച്ച് നോക്കിയിട്ട് പോകാനുള്ളതേ ഉള്ളൂ. ഒരുപാട് ഗൈഡുകൾ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സോ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, അറിയാത്തവർ ആരെങ്കിലും ഇപ്പോൾ പറയും അവർ ആ ഫോട്ടോസ് എടുത്തരാം, ഈ ഫോട്ടോസ് എടുത്തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പറയും. പക്ഷേ മാക്സിമം അവരെ ഒഴിവാക്കാൻ നോക്കുക. അവരില്ലാതെ തന്നെ പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നടക്കാൻ ഒരുപാടുണ്ട്. സോ കുറച്ചായിട്ട് എടുത്ത് ഇടാം. ഇതാണ് നമ്മുടെ തൊട്ടക്കം കാണുന്നത്. സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മാക്സിമം എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, സോ അതാണ് തോന്നുന്നു താജ്മഹലിൻ്റെ എൻഡ് കാണിക്കുന്നത്. സോ മാക്സിമം എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും കവർ ചെയ്യാം. ഇതാണ് എൻട്രൻസ് കാണിക്കുന്നത്. താജ്മഹലിൻ്റെ എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ താജ്മഹലിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തി. സോ താജ്മഹലിൻ്റെ അടുത്ത ഒരു എൻട്രൻസ് ആണത്. കറക്റ്റ് ഫസ്റ്റ് എൻട്രൻസ് ആണ് തോന്നുന്നു താജ്മഹലിൻ്റെ. സോ അതിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ 4 പില്ലേഴ്സ് മാത്രം കാണുന്നുണ്ട്. സോ ആൾമോസ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ അതാണ് മെയിൻ എൻട്രൻസ്. സോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് താജ്മഹൽ എൻട്രൻസ് ആണ്. സോ അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ കവർ ചെയ്യാം. എനിക്ക് പിന്നെ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടൊന്നും അറിയില്ല. മാക്സിമം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ കവർ ചെയ്യാം. ഓക്കെ, പിന്നെ അവസാനം ഒരു ഗൈഡ് വന്നു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി, ഇതാണ് എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിൽ എന്നിട്ട് ലാസ്റ്റ് എനിക്കൊരു 150 റുപ്യെങ്കിലും തരുമോ ചോദിച്ചു. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഒന്നും തോന്നിയില്ല. ശരി വന്നോന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ കൂട്ടി. കുറച്ച് ഫോട്ടോസ് എടുക്കാനെങ്കിലും ആളുണ്ടാവും. ഓക്കെ, Western gate, southern gate, and this is northern gate. But east gate known as VIP gate, because now time many VIP people came here, they came by eastern gate. From the one more gate, it's called local public gate. Many local and domestic people came here, they came by western gate, because western gate near to highway also. That's why. See from this one, it's called labor colony gate, because that time 20,000 people who built the Taj Mahal, they used for this one, go in and exit. That's why they call labor colony gate. See the bigger one, it's called royal gate, because who people belong to royal family in that time, they allow for bigger one. Some soldier and servant, they allow for a smaller one. But a small gate now is exit. The total height of the gate is 105 feet, about 35 meters. See top of the gate, there's a small white dome over the front side. അങ്ങനെ താജ്മഹൽ ഏറ്റവും ക്ലോസ് വാച്ചാണ്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. മൊബൈൽ ഓവർ ഹീറ്റ് എന്ന് കാണിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല വെയിലുണ്ട്, ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. നെറ്റും എല്ലാം ഓണാക്കിയിട്ട്. സോ ഓവർ ഹീറ്റ് എന്ന് കുറേ നേരം കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കറക്റ്റ് സെൻട്രൽ പൊസിഷനിലാണ്. സോ അതാണ് മെയിൻ എൻട്രൻസ്. നല്ല വെയിലുണ്ട്, തങ്ങാൻ പറ്റുന്ന ചൂടുമല്ല. അയ്യോ വയ്യാണ്ടായി, മൊത്തം മരിച്ച് തള്ളി ക്ഷീണിച്ചു പോയി. അത്രയും വെയിലുണ്ട് ഇശ്രാ. പക്ഷേ താജ്മഹൽ അങ്ങനെ കാണാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ നമ്മുടെ കൂടെ ഗൈഡ് വേണ്ടെന്നൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മൂപ്പര് ഒരുപാട് നേരം നല്ല കമ്പനിയൊക്കെ തന്നു. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ശരി ആയിക്കോട്ടെ പറഞ്ഞൊരു 150 റുപ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരി റെഡി. ഇനി പാവം അവരുടെ വയറ്റിപ്പുഴപ്പല്ലേ, വെറുതെ തല്ലണ്ടെന്ന് വിചാരിച്ചു. വേറെ പുറത്തൊക്കെ വന്ന് ചോദിച്ചപ്പോൾ എത്ര പറഞ്ഞു അറിയോ? 1000 റുപ്യ, 800 റുപ്യ,
1200 രൂപ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഗൈഡ് മാക്സിമം ഒഴിവാക്കാനും അങ്ങനെ അതൊക്കെ പറഞ്ഞ് സംസാരിച്ചത്. സോ ഉള്ളിൽ കയറിയപ്പോൾ ഒരാൾ വന്നു സംസാരിച്ചു അങ്ങനെ എന്ന് പറഞ്ഞു. നമ്മൾ വേണ്ട, പക്ഷേ ആളും സ്മാർട്ടാണ് കേട്ടോ. ഞാൻ വേണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ എന്തെങ്കിലും തരാൻ പറ്റുമോ, നമ്മുടെ ജീവിതമാണ് അന്യമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓക്കെ റെഡി കം പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. 200 രൂപയല്ലേ ഉള്ളൂ, കാര്യമില്ല. അപ്പോൾ ആൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. Shah Jahan. The Taj Mahal built by 5th Mughal Emperor Shah Jahan, memory of his third wife Mumtaz Mahal. Her name is Mumtaz. That's why they call Taj Mahal, because they make memory of his wife Mumtaz Mahal. Her name, okay. Shah Jahan already have 2 wives. First wife named Sarhindi Begum. Second wife named Fatehpuri Begum. Begum means wife. But they don't have children. That's why they marry again to Mumtaz. And those time Mumtaz have 14 children. 1/4. But at that time no doctor, no hospital. 8 children died on delivery time. But the 6 children alive. They had 2 daughters and 4 sons. Daughter named Jahanara and Roshanara. Son named Dharasiko, Suza, Murad and Aurangzeb. I think you know about the Aurangzeb. Aurangzeb was last Mughal emperor. First Mughal emperor Babur. The Babur came in India 1526. They came from Uzbekistan, but they are Mongolian. The number 2 Humayun. Number 3 Akbar. Number 4 Jahangir. Number 5 Shah Jahan, who built the Taj Mahal. Number 6 Aurangzeb. Taj Mahal construction started to build 1631, but die on Mumtaz 1630. They make after she died. Because she died on childbirth time, 14th with childbirth time. But before she died, she asked to Shah Jahan, she get 3 promises to Shah Jahan. Promise number 1, do not get married again. Number 2, take care of my children. And number 3, after my that, you make a building. When you look the building, then you remember me. That's why they built this monument. At those time, 3 architects built this monument. First architect's name Muhammad Isa Khan Afandi. Second called Amanat Khan Shirazi. And number 3, Ustad Ahmad Lahori. They all 3 architecture. He's a master architecture in those times. Because those time no electricity, no vehicle, no machine. But they all done by hand. The total height of the building is 243 feet. About 81 meter. Now you see on the pinnacle on the top, which is top of the dome. Just the metal part. Can you guess? Anyone what about height of the pinnacle? Sorry. Try it in the water. 10 feet. Anybody? 15. 15. 15. 15. Listen. The actual height of the pinnacle is 30 feet. 30. 30. Oh. But it's look like very small, huh? You know, normal height of one people just like 5 feet, 6 feet. Can you see the people on the top that look like very small? Because the people are just too far from here and too high also. That's why look like too small. But actual height of the pinnacle is 30 feet, around 10 meters. And look at the tower. There are 4 towers, and all 4 towers is not straight. All 4 towers is not straight. All 4 towers still leaning outside the Taj Mahal like that. Because in future, any earthquake comes here, the tower not follow inside the Taj Mahal. All the towers fall outside Taj Mahal. Because 17 years to complete this building and 5 years to complete all this part. Okay. And that time 20,000 people who built the Taj Mahal. That time 70% people are Muslim. The people are going to very far for the pray. But architecture asked to Shah Jahan because the guys spend a lot of time for the prayer. Can I make one mosque here? They make one mosque also from the side behind of the tree. Okay. Every Friday Taj Mahal is closed. Mosque open for 1 hour. Because same the Sandan family people who build Taj Mahal, the people still today also live outside. The people come allowed to the pray inside. Same replica building other side also, the red one, which is called guest house. But in the guest house nobody use there, nobody live there. Taj Mahal all are symmetrical. That's why make another building just for symmetry only. And you know about the black Taj Mahal, anyone? Black Taj Mahal. Shah Jahan, who built the Taj Mahal? Shah Jahan make one more Taj Mahal for himself. This is make memory of his wife, but he decided they make one more Taj Mahal for himself. But it's not complete. Black Mahal, because his last son, Aurangzeb his name, is thinking when you spend a lot of money to this building, when you make another building, then you spend a lot of money. Then he shall be king, then nothing to him. That's why they captured his father from Agra Fort. Agra Fort is a living palace, it's called fort. They capture his father from there and they kill his 3 brothers, and that time he will be king. That's why the building is not complete. But I will show you one incomplete foundation also. It's behind of the building. Because the building construction has started, it's not completed. Okay, I'll show you an incomplete foundation also. Now we are going to see inside. Inside we show you 2 tomb. King and queen both are buried inside. But you guys see only 2 replica tomb there. Because original tomb below under the basement, but in the basement tourists not allowed there.
because in the basement no oxygen system. That's why tourists not allowed. You see only two replica tomb there. Okay. Queen that are before the Taj Mahal, that's why she buried in middle. But king that after the Taj Mahal, they buried in left hand side. Okay. But Shah Jahan was a king. That's why make a bigger grave. And Mumtaz was a queen. Let's make a smaller grave. You know when she died on Burhanpur. Burhanpur, it is in MP. First of all, she buried her body in Burhanpur. They make mummy, and then they select that area. Then they transfer the body from here, and for like a particular time they can bury it on the garden also, over there. Okay. And when they complete the platform, then they bury it inside. Then they make Taj Mahal. And when he died on Agra Fort. So his daughter, Jahanara and Rosha, they both are caretaker of him. She buried the body, his father, from inside. Now you see two replica tomb there, like a dummy. Okay? You guys have a shoe cover? Ah. You have shoe cover? Because inside shoes not allowed. You can cover your shoes, then we go inside. Okay? Okay. Shall we move there? Yeah, sure. Taj Mahal back leti. Okay. Now where is going here? Go to the mausoleum. Mausoleum. Mausoleum is the main part of the Taj Mahal. Okay. Next we are going to mausoleum. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ സംഭവം നോക്കാം. അവിടെ mobile camera is allowed there. Mobile camera is allowed, but you can't take pictures inside. Pictures not allowed inside. Pictures not allowed. Pictures, video not allowed. Okay. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാം. പക്ഷേ വീഡിയോസ് പിക്ചേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. മൊബൈൽ കൊണ്ടുപോകാം. ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഞാനൊന്ന് മാക്സിമം ട്രൈ ചെയ്യാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. മൊബൈൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീരുമാനമാവും. ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് യമുന നദിയാണെന്നാണ് പറഞ്ഞത്. സോ ഓക്കെ ഫൈൻ. ഇതാണ് പില്ലർ. മീൻസ് പില്ലർ സ്ട്രെയിറ്റ് അല്ല, പില്ലർ വളഞ്ഞിട്ടാണുള്ളത്. ഓക്കെ. Stone fix inside. How they cut the marble, how they cut the stone, and the stone how to the glowing, I will show you outside. Because same descendant family people who build Taj Mahal, the people still today also build outside. Because when you come to the moonlight time, the stone glowing also. എല്ലാം മാർബിൾസ് ആണ്. ഇതൊന്നും പെയിൻറ്റിംഗ് അല്ല, ഇതെല്ലാം സ്റ്റോൺസ് ആണ്. മീൻസ് ഈ മോതിരത്തിൽ വരുന്ന സ്റ്റോൺ എന്നാണ് ഇവർ പറയുന്നത്. സോ സ്റ്റോൺസ് ആണ് എല്ലാം. എല്ലാ ഡിസൈനിങ് എല്ലാം മാർബിൾസിലാണ് കംപ്ലീറ്റ്ലി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ എക്സിസ്റ്റ് എത്തി. സോ ഇതാണ് ലാസ്റ്റ് വ്യൂ ആണ്, താജ്മഹലിൻ്റെ ലാസ്റ്റ് വ്യൂ. സോ ഇതാണ് എക്സിസ്റ്റ്. സോ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഓക്കെ. ഞങ്ങൾ ഇനിയിപ്പോൾ താജ്മഹലിൽ ഇറങ്ങുകയാണ്. പോയി ഫുഡ് അടിക്കട്ടെ. രാവിലത്തെ ഫുഡ് സ്കിപ്പാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 12-1 മണി ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടം വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഡൽഹിയാണ്. ഡൽഹി സ്റ്റോപ്പ് ചെയ്യില്ല. ഡൽഹി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ല പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ടെൻ്റ് അടിക്കുക. ചൽമാർ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇനി അടുത്ത പ്ലേസ് എത്തിയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് ഇടാം. അപ്പോൾ അതുവരെയും ടാറ്റാ. ഇതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല എത്ര നേരമായിട്ട്. അതാര് ചെയ്യും? ഞാൻ തന്നെ. ബൈ ബൈ.